എങ്ങനെയുണ്ട് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ചൂട്? എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ഗംഭീരാണ്. പക്ഷെ ചില ആൾക്കാരെ കാണാനേ ഇല്ല. ചില ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ഫ്ളാറ്റിലൊക്കെ വന്ന് എല്ലാ കുറെ നേരം ഇരുന്ന് നമ്മളോടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ചിലവരെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ചില ആൾക്കാരെ സ്ഥാനാർത്ഥിയെ കണ്ടിട്ടേ ഇല്ല, സ്ഥാനാർത്ഥി വന്നിട്ടേ ഇല്ല. അപ്പൊ പിന്നെ അപ്പൊ നമ്മൾക്ക് അവരാരാണെന്ന് ശരിക്കും അറിയില്ല. നമുക്ക് ഏറ്റവും പരിചയവും ഏറ്റവും അറിയണ ഒരാളെ ഉള്ളൂ നമ്മുടെ ഇവിടെ, ഞങ്ങൾക്ക്, എനിക്ക് പേഴ്സണലി. അപ്പൊ നമ്മൾ അവർക്കായിരിക്കും മിക്കവാറും വോട്ട് ചെയ്യുക. വോട്ട് ആർക്കും വേണമെങ്കിലും ഇഷ്ടമുള്ള ചെയ്യാം. മണ്ഡലത്തിലെ പൊതുവിഷയങ്ങൾ എന്തിനെ പ്രാധാന്യം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? വേസ്റ്റ് ഡിസ്പോസലിന് ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കണം. പിന്നെ ഈ റോഡ് എന്താ കിടക്കണം, വണ്ടികളൊക്കെ 2-3 കൊല്ലം കൂടെ മാറ്റേണ്ട അവസ്ഥയാണ്. അതിപ്പോ ഇവരെ വിചാരിച്ചിട്ടും കാര്യമില്ല, ഹൈവേയിലും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും കുറച്ചൊക്കെ അവർക്ക് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ഞങ്ങൾ ലേഡീസിന് ഏറ്റവും വലിയ പ്രോബ്ലം ആയിരിക്കുന്നത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാ ഈ ഇവിടേക്കൊന്നും വണ്ടി നിർത്തിയിട്ട് കാലിറക്കി വെക്കാൻ നിർത്തിയില്ല. കാരണം ഫുള്ള് ഇതാണ്. അവർക്ക് അറ്റ്ലീസ്റ്റ് 2-3 ആൾക്കാരെ നിർത്തിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാമല്ലോ. പണിക്കാരെ നിർത്തി ക്ലീൻ ചെയ്യിപ്പിക്കാമല്ലോ വർക്കേഴ്സിനെ. അതുപോലും ചെയ്യണില്ല. നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം വന്ന ആൾക്കാരോടും നമ്മൾ ആദ്യം പറയണത് അത് തന്നെയാണ്. ആദ്യം വന്നപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ ഓടയുടെ മുകളിലൊക്കെ ഒന്ന് സ്ലാബ് ഇട്ട് തരണം. അതൊക്കെ അവർ ചെയ്തു. അപ്പം അതൊക്കെ ചെയ്തപ്പോൾ നമ്മൾക്കൊരു കോൺഫിഡൻസ് അവരിനി വന്നാൽ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഈ രാഷ്ട്രീയം നോക്കിയാണോ അതോ സ്ഥാനാർത്ഥിയുടെ മികവ് നോക്കിയാണോ സാധാരണ വോട്ട് ചെയ്യുന്നത്? അങ്ങനെയില്ല. അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറിയിരിക്കുന്നത്, മീൻസ് നമ്മുടെ സ്ഥലത്തിനോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. നമ്മൾ പക്ഷെ ആരാണ് നന്നായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് ചെയ്യും. നാടിന് വേണ്ടി നന്നായിട്ട് ചെയ്യുന്ന ആളിന് വോട്ട് കൊടുക്കാന്നുള്ളത്. നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? കാരണം എപ്പോഴും പോക്കറ്റിൽ മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. കുറച്ചൊരു 50% ഇരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതറിയാത്ത ആരാണുള്ളത്? അത് ഒരു 50% നാടിന് വേണ്ടി ചെലവാക്കിയ പിന്നെ നമ്മൾ അവരെ തന്നെ കൊണ്ടുപോകട്ടെ, പ്രശ്നമില്ല. പക്ഷെ ബാക്കിയുള്ളത് ഒന്ന് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അത്രേ പറയാം. ചെയ്യുന്നവരാണോ ഇത്രയും കാലം നമ്മുടെ നാട് ഭരിച്ചത്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്താണെന്നുള്ള ഇവിടുത്തെ വികസനം ജനങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ അറിയാലോ. ഇവിടെ ആരാ വികസിച്ചത്? നമ്മൾ സാധാരണ ജനങ്ങൾ താഴേക്ക് പോകുന്നല്ലാണ്ട് കോർപ്പറേറ്റുകൾ മാത്രം 2014 ശേഷമുള്ള കോർപ്പറേറ്റുകൾ വളർച്ച മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഒരു പാർട്ടിക്കാരനും ഇതേ ഇല്ല, ഇഷ്യൂ അല്ല. പക്ഷെ വലിയവന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും ഉണ്ട് അവിടെ മുമ്പർത്ത്. ഇന്നത്തെ അങ്ങാടിയിലത്തെ ഒരു ഇതെടുത്ത് നോക്കുക, അങ്ങാടിയിലത്തെ ബിസിനസിന്റെ ഒരു ടോട്ടൽ എടുക്കുകയാണെങ്കിൽ മുമ്പിലിരുന്ന ആ ഒരു ഇതിന്റെ ഒരു 20% മാത്രമേ ഇപ്പോൾ ഉള്ളൂ. 80% കച്ചവടം കമ്മിയാണ്. ഇപ്പൊ ഒക്കെ ദേശങ്ങളുടെ എന്താ പറയാ, എന്തെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറയാന്നല്ലാണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ആരും പറയുന്നില്ല. ഇപ്പോൾ ശരിക്കും സത്യം പറഞ്ഞ ഈ രാജ്യം യഥാർത്ഥമായ രാഷ്ട്രീയക്കാരുമായി വന്നാലേ ഇത് നടക്കുള്ളൂ. അല്ലാണ്ട് ജനങ്ങൾ കണ്ണിൽ പൊടിയിടുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്നും വികസിക്കില്ല. വികസനമാണ് വേണ്ടത്. ബാക്കി അമ്പലമോ പള്ളിയോ മറ്റതൊന്നും അല്ല ആവശ്യം. ഒരുപാട് ജനങ്ങൾ ദാരിദ്ര്യത്തിന് താഴെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ ഒന്ന് ഏത് പാർട്ടിക്കാരാണെങ്കിലും വന്നാൽ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു ദീർഘമായ ഇത് വന്നാൽ ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ ഇന്നത്തെ ഈ നോട്ട് നിരോധനത്തിന്റെ ഒരു ഇത് ക്ലിയർ ആവുള്ളൂ. ഇപ്പൊ അങ്ങാടിയിൽ കച്ചവടം ഞാൻ പറഞ്ഞ വെറും 20% ഉള്ളൂ. 80% ഈ കച്ചവടം എവിടെയാ പോയത്? ഈ പൈസ ഫ്ലോട്ടിങ് എവിടെ പോയി? ഒന്നുമില്ല. ഞാനൊരു കച്ചവടക്കാരനായതുകൊണ്ട് പറഞ്ഞാണ്. ഇന്ന് കട പൂട്ടേണ്ട സ്ഥിതിയിൽ ഒരുപാട് കച്ചവടക്കാരാണ്. വെറുതെ വീട്ടിലിരിക്കാൻ പറ്റില്ല പറഞ്ഞിട്ടാണ് കടകൾ വന്ന് തുറക്കണം. ചെറുകിട കച്ചവട മേഖലയിൽ കാര്യമായിട്ട് കച്ചവടം കുറഞ്ഞ് ഒരു അവസ്ഥയുണ്ടോ? അങ്ങനെയാണ് എന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഒരുപാട് കടകൾ നിവൃത്തിയില്ലാണ്ട് തുറന്നുകൊണ്ട് വീട്ടിലിരുന്ന പ്രശ്നമാണ് പറഞ്ഞിട്ട് കടയിൽ അങ്ങാടിയിലും ദിവസം നഷ്ടത്തിലല്ലാണ്ട് ഇവിടെ ഒന്ന് സെൻസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 90% കച്ചവടം നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കത് നേരിട്ട് അറിയാം. ഞാനടക്കം വെച്ച് അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പൊതുവെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറയായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റുകളുടെ വളർച്ചയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രധാന വിഷയം അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എന്താണ് കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്? പാലക്കാട് സാധാരണഗതിയിൽ LDFന്റെ കോട്ടയാണ്. അതിലിപ്പോ കഴിഞ്ഞ തവണയാണ് ശ്രീകണ്ഠൻ ജയിച്ചത്. ഇപ്രാവശ്യം വലിയ ടഫായിട്ടുള്ള ഒരു പോരാട്ടമാണ്. എന്റെ
സ്വന്തമായ വ്യക്തിപരമായ അഭിപ്രായത്തിൽ LDF ജയിക്കുന്നതാണ് തോന്നുന്നത്. മറിച്ച് വരാൻ സാധ്യതയുണ്ട് എന്നും പറയാൻ പറ്റില്ല. എന്റെ അഭിപ്രായം പറയാലോ. മത്സരം ശക്തമാണ്. എല്ലാവരുടെയും അഭിപ്രായം പറയാം. മത്സരം ശക്തമാണ്. മത്സരം രണ്ട് LDF UDF ശക്തം. BJP ഒരു വിഷയത്തിൽ ഇല്ല ഇവിടെ. മൂന്നാം സ്ഥാനത്ത് വരും എന്ന് വിചാരിക്കണം. അതാണ് എന്റെ അഭിപ്രായം. എന്താണ് ഒരു വിലയിരുത്തൽ? എന്താ പൊതുവെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ആ സ്വഭാവമുള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്തുന്നു. വികസനത്തിനാണ് നമ്മൾ മുൻകൈയെടുക്കുന്നത്. ജാതിയുടെ മതത്തിന്റെയും പേരിൽ ഒന്നായി നിൽക്കുന്ന മനുഷ്യൻ എന്റെ തൊട്ടടുത്തൊരു മുസ്ലിമാണ്, എനിക്കെന്തെങ്കിലും ആപത്ത് വന്നാൽ ഓടി വെത്തണം അവനെ വെറുപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അത് ഒഴിവാക്കണമെങ്കിൽ ഈ വേലിയിലിരിക്കുന്ന ഈ മാരണം നമ്മൾ എങ്ങനെയെങ്കിലും അതിനടുത്ത് തോളത്ത് വെച്ചവരും അനുഭവിക്കുന്നുണ്ട്. രണ്ട് ദിവസമായിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടില് ബിരിയാണിയാണ് തൊട്ട് അയൽവാസികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ സ്നേഹം അയാൾക്ക് ബിരിയാണിയുടെ ഇന്നലെ ഉച്ചയ്ക്ക് രാത്രി ബിരിയാണി കഴിച്ചു പറഞ്ഞു എന്നോട്. 2 നേരം കഴിക്കേണ്ട ബിരിയാണി കഴിച്ചിട്ടാണ് രാവിലെ നടക്കാൻ വരുന്നല്ലേ. അപ്പൊ ആ ഒരു സ്നേഹം മതേതരപരമായിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാം മതേതരമായിട്ട് വേണം നിൽക്കാൻ. ഒരു 10-35-40 കൊല്ലം മുമ്പ് നമ്മൾ പാലക്കാട് അതായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ കാര്യങ്ങളും ഇതേപോലെ സംശയം വരികയാണ്, മതേതരല്ലാതെ ആവുന്നുണ്ടോ എന്ന്. അതിന് മാറ്റം വരണം. ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇത്രയും കാലം നിലനിന്നത് എങ്ങനെയോ അവരുടെ സഹകരണം ഇല്ലാതെ ഇന്ത്യ നശിച്ചു പോവുള്ളൂ. യാതൊരു സംശയം. ഇന്ത്യ അല്ല ഇനി ഉണ്ടാവാൻ പോണത്. ഇത് അതാണ് ദേശസ്നേഹത്തിന്റെ പേരിൽ ഈ മനസാക്ഷി പ്രകാരം വോട്ട് ചെയ്തില്ല പറഞ്ഞ ഇന്ത്യയിൽ സമാധാനം ഉണ്ടാകില്ല. അതാണ് ഇപ്പോഴത്തെ ഉള്ള കണ്ടീഷൻ. അതെ. എന്താ ഒരു പൊതുവെ പാലക്കാടിന്റെ അവസ്ഥ? പാലക്കാടിന്റെ അവസ്ഥയ്ക്ക് മുമ്പ് നമുക്ക് കോയമ്പത്തൂർ നിങ്ങൾ പോയിട്ടുണ്ടോ? കോയമ്പത്തൂർ പോയിട്ടുണ്ട്. അടുത്ത കാലത്ത് പോയിട്ടില്ലെങ്കിലും പാലക്കാടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തെങ്കിലും ഒരു നല്ല ഒരു പർച്ചേസ് നടത്തണമെങ്കിലും മറ്റുമൊക്കെ ഞങ്ങൾ കോയമ്പത്തൂരാണ് പോവാറ്. ആ ഉക്കടം പണ്ടൊക്കെ വളരെ ചേരി പ്രദേശം വളരെ മോശമായിട്ടുള്ള സ്ഥലമായിരുന്നു. ഇപ്പം അത് പൂങ്കാവനം പോലെ ആക്കിയിട്ടുണ്ട്. ഒരുപാട് ഫ്ലൈ ഓവറുകളും വന്നിട്ട് അത് അവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ കേരളത്തിന്റെ രാഷ്ട്രീയം അല്ല അവിടെയുള്ളത്. അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ പാർട്ടികളും തമിഴ്നാടിന് വേണ്ടി നിൽക്കും. പക്ഷെ കേരളത്തിൽ ഈ 18 MP എന്ത് ചെയ്തു? കേരളത്തിന്റെ ഒരു ആവശ്യം വന്നപ്പോൾ എല്ലാവരും സൈലന്റായി. അതിന്റെ നഷ്ടം കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയപ്പോഴാണ് ന്യായം അല്പമെങ്കിലും കിട്ടിത്തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം രാഷ്ട്രീയം നമുക്ക് പറ്റില്ല. കേരളത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഇവിടെ എനിക്ക് തോന്നുന്നു മുൻതൂക്കം, കാരണം മിക്കവാറും എല്ലാ നിയമസഭകളിലും പാലക്കാട് മുനിസിപ്പാലിറ്റി പാലക്കാട് ഒഴികെ ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷം തന്നെയാണ് നിയമസഭ കൈകാര്യം ചെയ്തത്. സ്വാഭാവികമായിട്ടും A. വിജയരാഘവൻ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ശ്രീകണ്ഠനും കൃഷ്ണകുമാറും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. ശ്രീകണ്ഠൻ സാർ നേരിട്ട് നല്ല പരിചയമുള്ളവരാണ്. എങ്കിലും പൊതുവെ ഒരു വിലയിരുത്തൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്താണ് മൊത്തത്തിൽ രാജ്യതാല്പര്യം, നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള താല്പര്യം എന്നുള്ള കാര്യം, അത് സംരക്ഷിക്കാൻ പറ്റിയ രീതിയിലുള്ള കാര്യങ്ങൾ എന്താണോ അതാണ് നമുക്ക് യഥാർത്ഥ വേണ്ടത്. അതുകൊണ്ട് വെറും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രമാണ് നമുക്ക് വലുത്. ഭാരതത്തിനോട് ബന്ധപ്പെട്ട രീതിയിൽ ഭാരതത്തിന്റെ തനിമ സംരക്ഷിക്കാനും ഇതിന്റെ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റാനും കഴിഞ്ഞിട്ടുള്ള അതിന്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞ ഒരു 10-12 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഭാരതത്തിന്റെ മുഖച്ഛായല്ല എന്ന്. ഈ രീതിയിലുള്ള മാറ്റം ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെയുള്ള സാധാരണ രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രത്തിന്റെ അപ്പുറത്ത് മറ്റൊന്നുമില്ല, രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രത്തിന് അനുകൂലമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നവർ ആരാണെന്ന് കണ്ടെത്തിയിട്ട് അവരെ വിജയിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ അത്യന്താവശ്യം ആവശ്യം. അല്ലാണ്ട് മറ്റു തരത്തിലുള്ള അനാവശ്യമായ രീതിയിൽ ആളുകൾ ഭയാശങ്കകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും പ്രചരണങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എൻ്റെ പേര് കനകേന്ദ്രൻ എന്നാണ്, പാലക്കാട് തന്നെ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? എങ്ങനെയുണ്ട്? കാര്യമായിട്ട് തന്നെ വലിയ പ്രചരണമാണല്ലോ, നല്ല ചൂടുണ്ടല്ലേ? കുറച്ചു നേരം ഇറങ്ങാൻ പോലും പറ്റില്ല പുറത്ത്. കുറച്ചു നേരം ഇറങ്ങാൻ പോലും പറ്റില്ല അല്ലേ? ഇറങ്ങണേ ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാടാണ്. ഞങ്ങള് വൈകിട്ടേ ഇറങ്ങുള്ളൂ, 4 മണി ശേഷം. ഇത്ര ചൂടാ. കാലത്ത് 10 മണിക്ക് കടലിന്റെ ഉള്ളിൽ കയറിയ ഉച്ചയ്ക്ക് ഉണ്ണാൻ കൂടി പുറത്ത് ഇറങ്ങുന്നില്ല. ഇപ്പൊ 4 മണി ശേഷമേ ഞങ്ങൾ ഉണ്ണാൻ പോകുന്നത്. കാര്യങ്ങൾ ഭയങ്കര മോശം. ഈ ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയാണ് ഇവിടെ? ഏത് തരത്തിലൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ? അതൊക്കെ എന്താണ്?
ചർച്ചാ വിഷയങ്ങൾ എന്താ ഇപ്പോൾ ഉള്ളത്? ഞങ്ങളിപ്പോൾ നോമ്പായിട്ട് അധികം പുറത്തെവിടെയും വന്നിട്ടില്ലേ. ഈ ചർച്ചാ വിഷയങ്ങളും അധികം സംസാരത്തില്ല. എന്നാലും രാഷ്ട്രീയമായി ഇപ്പൊ താങ്കൾ പാലക്കാടിന്റെ ഒരു ഇലക്ഷന്റെ മുന്നിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായും ദേശീയ വിഷയങ്ങളും സംസ്ഥാന വിഷയങ്ങളും പാലക്കാടിന്റെ വിഷയങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ അത്തരം ഒരു ഏത് തരത്തിലേക്കുള്ള ഒരു മാറ്റം വേണം എന്നുള്ളതാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? നല്ല ഒരു മാറ്റം വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഉള്ളത് എന്താ കുഞ്ചന നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. എനിക്ക് അതിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചപ്പോൾ നല്ല ഒരു ഫൈറ്റ് ഇതാണ് ഇന്നത്തെ സീക്വൻസിൽ. വിജയരാഘവനും ശ്രീകണ്ഠന് കുറച്ച് മുൻതൂക്കം എന്താണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. പൊതുവെ ഒരു സോഫ്റ്റ്നെസ് ആണ് ശ്രീകണ്ഠന്റെ എന്താണ് ശ്രീകണ്ഠന്റെ MP ആയിട്ട് അത്യാവശ്യമൊക്കെ ഞാൻ കാണുന്ന വികസനങ്ങൾ പറയാം. കുറച്ച് റോഡുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പല കാര്യത്തിലും എന്തൊരു കാര്യത്തിന് പോയാലും ശ്രീകണ്ഠൻ വന്ന് മുമ്പത്ത് നിൽക്കുന്നുണ്ടാവും. ഏത് അർദ്ധരാത്രി പോയി വിളിച്ചാലും ശ്രീകണ്ഠൻ കാണാൻ പറ്റും. ജനകീയനാണ്. ഒരു സാധാരണക്കാരനായ ഒരു ഇതിലാണ് ഞാൻ കണ്ട ശ്രീകണ്ഠൻ. എന്തൊരു കാര്യം അവതരിപ്പിക്കാം മൂപ്പര് നമ്മൾ വിളിച്ചാൽ വരികയും ചെയ്യും. അതൊരു സ്പെഷ്യൽ ക്വാളിറ്റിയാണ്. ഇപ്പൊ നമ്മളിപ്പോ വിജയരാഘവനെ പോയി കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പോകണം. എന്നാലും നമുക്ക് പരിചയമില്ല, എന്താണെന്നുള്ളത് അറിയില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായം ശ്രീകണ്ഠന് അങ്ങനെ ഒരു 5 വർഷ പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് എന്തായാലും നമുക്ക് ഈ എങ്ങനെയുണ്ട് ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചൂട്? ഏത് തരത്തിലൊക്കെ ചർച്ചകളാണ് വിഷയമായി വരുന്നത്? വിഷയം പ്രധാനമായിട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള കാര്യമായിട്ടുള്ള ഒരു ഇടപെടലൊന്നും ഇപ്പോഴത്തെ MP നടത്തിയിട്ടില്ല. കാര്യമായിട്ടുള്ള ഒരു ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ബെമല് വിൽക്കാൻ തീരുമാനിച്ചു. പിന്നെ കോച്ച് ഫാക്ടറിക്ക് സ്ഥലം ഏറ്റെടുത്ത് ഇതുവരെ കോച്ച് ഫാക്ടറിക്ക് ആർക്കും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അത്ര വർഷമായിട്ട് നിൽക്കുകയാണ്. അത്ര വർഷമായിട്ട് അവിടെ നിൽക്കണം. പിന്നെ ഒരു MP എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എപ്പോഴും സമീപിക്കില്ലല്ലോ കാര്യം. ഒരു MP എന്ത് നാട്ടിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ വിജയരാഘവനാണ് ചാൻസ് കൂടുതൽ. എന്തെല്ലാം രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇവിടെ ചർച്ചയായി നിൽക്കുന്നത്? അതായത് പ്രധാനമായിട്ട് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഫണ്ട് കാര്യമായിട്ട് ലഭിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ കേരള ഗവൺമെന്റിനെ ദ്രോഹിക്കുന്ന പ്രശ്നങ്ങളുണ്ട് കേന്ദ്രം, പിന്നെ CAന്റെ വിഷയമുണ്ട്. അപ്പൊ അതൊക്കെ നാട്ടിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പാലക്കാടിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തന്നെയാണ്. വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അങ്ങനെയാണ്. അപ്പൊ ഇവിടുത്തെ അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ചൂടാണോ ഇവിടുത്തെ ചൂടാണോ കൂടുതൽ? ഞങ്ങൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാട് തന്നെയാണല്ലോ. മനസ്സിലായില്ല? അതിന്റെ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് ചൂടുണ്ട്. എല്ലാം കൂടി ആകുമ്പോ ഭയങ്കര തളച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാലക്കാട്. എന്തായാലും പാലക്കാട്ടെ രാഷ്ട്രീയം തിളച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പുറത്തും ആ മട്ടിൽ തന്നെ ചൂടാണ് എന്നാണ് പറയുന്നത്. ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഓരോ സ്ഥാനാർത്ഥികളെ കുറിച്ചും ആളുകൾക്ക് സ്വാഭാവികമാണ് അത്തരം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. അതിനെല്ലാം കൂടി ചേർന്നാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇത്തരം അഭിപ്രായങ്ങളുടെയൊക്കെ ഒരു സമന്വയവും അതിന്റെ മത്സരമൊക്കെ ആണല്ലോ നടക്കുന്നത്. എന്തായാലും അത്തരം ഒരു വലിയ സംവാദങ്ങൾ കൂടി പാലക്കാട് നടക്കുന്നു. എനിക്ക് തോന്നുന്നു